ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബി പോസിറ്റീവ് വിത്ത് ഷൈലു. അപ്പോൾ ഇന്ന് മൂവാറ്റുപുഴയ്ക്ക് അടുത്തുള്ള തൊടുപുഴയിലുള്ള ആനയടി കുത്തിലേക്ക് ഒരു യാത്ര പോകാം. പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇവിടെ ഇരട്ടി പണി തന്നു. കൊച്ചുമകൻ കുറച്ച് പയറുണ്ടായിരുന്ന എല്ലാം നിരത്തി ടേബിളേക്കടെ ഇട്ടു. അത് റോബോട്ടിക് ക്ലീനറിനെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് കേട്ടോ. അത് എളുപ്പമുണ്ട്, പെട്ടെന്ന് അത് പറക്കിയെടുത്തോളും. നമ്മളത് തൂത്തു വരാൻ പോയാൽ താഴേക്ക് വീഴും. അപ്പോൾ സമയമില്ല, പോകാനുള്ള ധൃതിയിലാണ്. അപ്പോൾ റോബോട്ടിക് ക്ലീനർ ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാനും നല്ലതാണ് കേട്ടോ. നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പം ഞങ്ങളപ്പോൾ പോകാനായിട്ടുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ വെള്ളവും എല്ലാമായിട്ട് ഏകദേശം ഒരു ഉച്ചയ്ക്ക് ശേഷമായിരുന്നു യാത്ര. കുറച്ചുകൂടെ നേരത്തെ പോകേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഭയങ്കര രസകരമായൊരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾക്ക് പോകാൻ അവസരം കിട്ടുവാണെങ്കിൽ അവിടെ ഒന്ന് പോയി കാണുന്നത് വളരെ രസകരമായിരിക്കും. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കും അവിടെ ചെന്നാലും എല്ലാം ഉള്ളത്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ? നല്ല സുന്ദരമായ പൈനാപ്പിൾ തോട്ടത്തിക്കൂടെയൊക്കെ കേട്ടോ നമ്മൾ പോയത്. ഭയങ്കര രസമാണ്. റബ്ബറും പൈനാപ്പിളും എല്ലാം കൂടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന നല്ല കാടും മേടും ഉള്ള സ്ഥലത്തൂടെയാണ് നമ്മളുടെ യാത്ര. ഇങ്ങനെ ഒരു വലിയ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ വേണം കുറേ ഇറങ്ങി ചെന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. നല്ല ചെങ്കുത്തായ പാറക്കട വേണം കയറി പോകാനായിട്ട്. അവിടെ ഒരു വഴി പോലെ ഇങ്ങനെ ഒന്ന് കൊത്തി കൊത്തി വെച്ചിട്ടുണ്ട്. എന്നാലും മഴക്കാലത്തൊക്കെ പോയാൽ തെന്നി വീഴും. ഭയങ്കര പൊക്കത്തിലേക്ക് കയറി പോകണം കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ കടയൊക്കെ ഉണ്ട്. ആ താഴത്ത് കാണുന്ന കട ഓപ്പണിംഗ് അല്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ കയറി അങ്ങ് മുകളിൽ ചെന്നു. ഇങ്ങനെ പോണ വഴിക്കൊക്കെ റബ്ബർ തോട്ടമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. അത്രയ്ക്ക് സുന്ദരമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വഴിക്കടയും വരാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും വലിയ പാറക്കട കയറിയാണ് പോയത്. എന്തായാലും കുറേ ദൂരം നടക്കണം. അപ്പുറം സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ട്രക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണത്. ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തി. വെള്ളം ഇങ്ങനെ ഒത്തിരി പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ. നിങ്ങളവിടെ പോകണ്ടെങ്കിൽ കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് പോകണം കേട്ടോ. ഞങ്ങളങ്ങനെ തയ്യാറെടുപ്പിലല്ല പോയത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര രസകരവുമാണ് സൗകര്യപ്രദവുമാണ് ഡ്രസ്സൊക്കെ മാറാനായിട്ട്. ടോയ്ലറ്റൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പം അറിയാം.
കൊച്ചു കുട്ടികളെ കൊണ്ട് പോകുന്നവർ ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം ഈ കൊച്ചു നിൽക്കണതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര ഒഴുക്കാണ്. കുറച്ച് വലതുവശത്തേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാറക്കൂട്ടങ്ങളിലേക്കാണ് ആ വെള്ളം ചെന്ന് ഒഴുകി വീഴുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വലിയ പാറ ഉണ്ട്, അവിടെ കയറി വിശ്രമിക്കാം, നമുക്ക് ചായയൊക്കെ കുടിച്ചിരിക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങൾ കഴിക്കാനും കിട്ടും, എല്ലാം രസമാണ്. രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വന്നാൽ മതി, അത്ര രസവും സൗകര്യമാണ് അവിടെ. ഇരുട്ടി തുടങ്ങിയത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടോ. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു. പഞ്ചായത്തിന് ശരിക്കും പാസ് വെച്ച് കയറ്റാനുള്ള വകുപ്പുണ്ട് അവിടെ. എന്താണ് അങ്ങനെ ചെയ്യാത്തതെന്നറിയില്ല. പഞ്ചായത്തിന് ഒരു വരുമാനം കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഭയങ്കര ചെങ്കുത്തായ വഴികൂടെ വേണം കയറി പോകാനായിട്ട്. അതുപോലെ ഇറങ്ങി വരുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ ശ്രദ്ധിച്ചു വേണം യാത്രകളൊക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.